ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ഈ കൂട്ടായ്മ ഇത് ഒരു ഐക്യ ക്രിസ്തീയ കൂട്ടായ്മയാണ്. എല്ലാ സഭാവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒന്നിച്ച് കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്ദേശം ലോകത്തിൽ, ഭാരതത്തിൽ ഓരോ കോണിലും എത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ സഭകളെല്ലാം ഒന്നിച്ചു ചേർന്ന് നിന്ന് നമ്മുടെ ക്രിസ്തീയ ഐക്യം ത്തോടുകൂടെ നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്രകാരം ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചത്. ഇന്ന് ഇതിൻ്റെ പ്രാരംഭ ദിനമാണ്. അപ്പൊ ഇന്നത്തെ ഇതിനുശേഷം എല്ലാ ബുധനാഴ്ചയും മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. പല ദൈവദാസന്മാർ സഭാ വ്യത്യാസമില്ലാതെ ആളുകൾ കടന്നു വന്ന് ദൈവത്തിന് വന്ന് സംസാരിക്കും. യൂട്യൂബിലും ഫേസ്ബുക്കിലും ലൈവായിട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണിത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. പ്രാർത്ഥന പങ്കാളി എന്ന പേരിലുള്ള ഒരു കൂട്ടായ്മയാണിത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അനേകർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു അവസരമാണ് ഇന്ന്. ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ഇതിന്റെ ഒരു ഉദ്ഘാടനം പോലെ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പൊതുവെ നമ്മൾ ഉദ്ഘാടനം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഒന്നും നമുക്ക് പൊതുവെ നമ്മൾ ചെയ്യാറായിട്ടില്ല. പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചത് ഇത് ഒരു വലിയ പ്രയോജനമായി തീരണം. ഇത് അനേകർക്ക് ഒരു വിടുതലിനും ആശ്വാസത്തിനും കാരണമായി തീരണം. അപ്പോൾ ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് കടന്നു വന്നിട്ടുള്ള ഇത് അസംബ്ലി ഓഫ് ഗോഡിന്റെ ഉത്തർപ്രദേശിന്റെ സ്റ്റേറ്റ് സൂപ്രണ്ട് പാസ്റ്റർ ഷാജി വർഗീസ് അവറുകളാണ്. പാസ്റ്റർ ഷാജി വർഗീസിനെ എനിക്ക് അറിയാം. ഞാൻ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ നാളുകൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. അതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ ദീർഘവർഷങ്ങളായി ഉത്തർപ്രദേശിൽ സുവിശേഷ വേല ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് പാസ്റ്റർ ഷാജി വർഗീസ്. ഞങ്ങളുടെ ഈ ഒരു ചെറിയ കൂട്ടായ്മയിൽ, ഇന്ന് ആരംഭിക്കുന്ന ഈ കൂട്ടായ്മയിൽ പാസ്റ്റർ കടന്നു വന്നതിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ അറിയിക്കുന്നു. ദൈവം പാസ്റ്ററെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിനും ഒരു ലഘു സന്ദേശം, ഇതിന്റെ ഒരു ആശംസ എന്നോണം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രാധാന്യത എന്താണ്, എന്തിനാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ, എല്ലാവർക്കും പ്രസംഗിക്കാനും ഒക്കെ നേരമുണ്ട്, പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടായ്മ, ഇതിന്റെ ആവശ്യകത എന്താണ്? ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ഭാരത സുവിശേഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമുക്ക് പ്രാർത്ഥനയുടെ പിൻബലത്തിന്റെ ആവശ്യകത എന്താണ് എന്ന് ശക്തമായ രീതിയിൽ നമ്മുടെ ഷാജി വർഗീസ് പാസ്റ്റർ ഇന്ന് സംസാരിക്കും. പ്രാർത്ഥിച്ച് ഈ മീറ്റിങ്ങിനെ സമർപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഷാജി വർഗീസ് പാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഇങ്ങനെ ഒരു ഐക്യ കൂട്ടായ്മയിൽ എനിക്കും സംബന്ധിക്കുവാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെയും സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ നീണ്ട 27 വർഷമായി ഉത്തർപ്രദേശിൽ, വിശേഷാൽ നേപ്പാളിന്റെ ബോർഡറിൽ കർത്താവിന്റെ ശ്രേഷ്ഠമായ സുവിശേഷവുമായി കടന്നു വരുവാൻ, പ്രത്യേകിച്ച് ഒരു മിഷണറിയായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. 27 വർഷം മുമ്പേ ഞാൻ കേരളത്തിലായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ഐക്യ കൂട്ടായ്മയുടെ പ്രസക്തിയെ പറ്റി അത്ര ഞാൻ ബോധവാനല്ലായിരുന്നു. കാരണം പത്തനാപുരം സ്വദേശിയാണ് ഞാൻ. ആ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. ആ കാരണത്താൽ ഇങ്ങനെയുള്ള ഐക്യ കൂട്ടായ്മയുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐക്യ കൂട്ടായ്മകളോ അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ ഉത്തർപ്രദേശിൽ കടന്നു വന്ന ശേഷം ഇവിടെ ഞാൻ പാസ്റ്റർ പറഞ്ഞ പോലെ അസംബ്ലീസ് ഓഫ് ഗോഡിനെ ഞാൻ പ്രതിദാനം ചെയ്യുന്നു.
ഇവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ഒരു പെന്തക്കോസ്ത് സഭയാണെങ്കിലും എന്നാൽ ഇവിടെയുള്ള മറ്റുള്ള മെയിൻ ലൈൻ ചർച്ചകൾ അസംബ്ലീസ് ഓഫ് ഗോഡിനെ ഒരു പെന്തക്കോസ്ത് സഭയായിട്ട് കാണുന്നതിലുപരിയായിട്ട് ഒരു മെയിൻ ലൈൻ ചർച്ചയായിട്ടാണ് കാണുന്നത്. അതുപോലെ സഭകളും ഏകദേശം 500ഓളം സഭകളും ശുശ്രൂഷകന്മാരും അതിനോട് അസറ്റുകളും ഒക്കെ ഉള്ളത് കൊണ്ട് ക്ലർജി ഫെലോഷിപ്പിൽ ഞാനും ലക്നൌവിൽ അംഗമാണ്. കത്തോലിക്കയിലെ ബിഷപ്പ്, CNAയിലെ ബിഷപ്പ്, മെത്തഡിസ്റ്റ് ബിഷപ്പ്, ABC ബിഷപ്പ്, ഞങ്ങൾ എല്ലാവരും വർഷത്തിൽ ഒരിക്കൽ കൂടുകയും ഫെലോഷിപ്പ് ആചരിക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ ഇന്ന് ഇങ്ങനെ പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇത് സമർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, 25 വർഷം മുമ്പ് ഞാനും എൻ്റെ ഭാര്യയും കേരളത്തിലേക്ക് റാപ്തിസാഗർ എക്സ്പ്രസിന് ലക്നൌവിൽ നിന്ന് പോകുവാനായി ഞങ്ങൾ യാത്ര തിരിച്ച് ലക്നൌ സ്റ്റേഷൻ കഴിഞ്ഞ് ഉന്നാവ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ ട്രെയിനിൽ 2-3 കത്തോലിക്ക കന്യാസ്ത്രീകൾ അവർ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു, റിസർവേഷൻ ചെയ്തിരുന്നു. എന്നാൽ ഇവർ കന്യാസ്ത്രീ ആയതുകൊണ്ടും ഒരു ബലഹീനരായതുകൊണ്ടും TT മറ്റ് ചിലർക്ക് ഇവരുടെ ടിക്കറ്റ് പതിച്ചു കൊടുക്കുക. ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ സിസ്റ്റം ഒന്നും ഉള്ള കാലമല്ല. അപ്പോൾ ഇവരുടെ ആ സീറ്റ് വേറെ ആൾക്കാർക്ക് കൊടുക്കുവാൻ തക്കൊണ്ട് ഇവിടെയായി തീർന്നു. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ആ കമ്പാർട്ട്മെന്റിലുണ്ട്. ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കന്യാസ്ത്രീകള് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇവർ കരയുകയാണ്. ആ സമയത്ത് ഞാൻ അവരോട് ചെന്ന് ചോദിച്ചു, സിസ്റ്റർ നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മലയാളത്തിൽ ചോദിച്ചപ്പോൾ അവർക്കൊരു ആശ്വാസമായി. ഞാൻ ഉടൻ തന്നെ അവരുടെ വിഷയം പറഞ്ഞു. ഞാൻ TTയുമായിട്ട് സംസാരിക്കുക, അദ്ദേഹത്തോട് അല്പം കയർത്ത് സംസാരിക്കേണ്ടതായിട്ടും എനിക്ക് വന്നു. എന്നാൽ ഞാൻ പറഞ്ഞു, അവർക്ക് കൊടുത്തിരിക്കുന്ന തീയതിയും ഇവർ റിസർവേഷൻ ചെയ്തിരിക്കുന്ന തീയതി നീ നോക്ക് എന്ന് പറഞ്ഞ് ഒരു ആർഗ്യൂ നടത്തി. എന്നാൽ അദ്ദേഹത്തിന് അല്പം ഒരു ഭയമൊക്കെ വന്നിട്ട് അദ്ദേഹം ഇവർക്ക് തന്നെ ആ ടിക്കറ്റ് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം എന്നിൽ ഉള്ള മിഷണറി ആത്മാവ്, കാരണം ഞാനും ഒരു മിഷണറി ആയിട്ട് കടന്നു വന്നതാണ്. ഈ കന്യാസ്ത്രീകളും അവർക്ക് ലഭിച്ച പ്രകാശനം അനുസരിച്ച് അവർ ഈ ഉത്തർഭാരതത്തിൽ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവരാണ്. അതിനുശേഷം ഞങ്ങൾക്ക് 7 വർഷം തലമുറകളില്ലായിരുന്നു. അതിനുശേഷം ദൈവം 2 മക്കളെ ദാനമായി തന്നു. അവർ സ്കൂളിൽ പോകുവാൻ സമയമായപ്പോൾ, എന്നാൽ അന്ന് ഞാനിതൊന്നും അറിഞ്ഞല്ല അവരെ സഹായിച്ചത്. എന്നാൽ ഇന്ന് വരെ തുച്ഛമായ പൈസയ്ക്ക് വെറും ഏകദേശം 3000 രൂപയോളം ഒരു കുട്ടിക്ക് കത്തോലിക്ക സ്കൂളിൽ, ഇവിടുത്തെ സെന്റ് ജോൺസഫ് സ്കൂളിൽ ഫീസ് ഈടാക്കുന്നതാണ്. എൻ്റെ ഇന്ന് വരെ 150 രൂപയ്ക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ 2 പേരെയും പഠിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. ഒരാൾ 12ാം ക്ലാസ് കഴിഞ്ഞു. ഞങ്ങളുടെ മക്കളെ പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയാത്ത നിലയിൽ ഈ സഭ ഞങ്ങളെ സഹായിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. പലപ്പോഴും ഇവിടെ ഞാൻ രോഗിയായി കിടന്ന സമയത്ത് കത്തോലിക്കയിലെ പുരോഹിതന്മാർ, ഇവിടുത്തെ അച്ഛനൊക്കെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ മൂത്ത മകൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ കന്യാസ്ത്രീകൾ ഓടി വരികയും ഞങ്ങളുടെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആശ്ലേഷിക്കുകയും അവനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. നമ്മൾ ഐക്യമായിട്ട് പാട്ടുകാരൻ പറഞ്ഞതുപോലെ ഐക്യമായി വേല ചെയ്യുകയാണെങ്കിൽ ഇടിച്ചിടാം പേയിൻ കോട്ട. നമുക്ക് ഒത്തൊരുമയോടെ കർത്താവിന്റെ വേല ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉത്തർഭാരതത്തിൽ പിശാചിന്റെ കോട്ടയെ തകർക്കുവാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മളിൽ ഉള്ള സ്പർദ്ധകൾ മാറ്റിവെച്ചിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രകാശനം അനുസരിച്ച് കർത്താവിന്റെ വേല ചെയ്യുവാൻ ഐക്യത്തോടെ നമുക്ക് സമർപ്പിക്കാം. കാരണം പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, നാം ഐക്യമായി കൈകോർത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാനായി സാധിക്കും. ഇങ്ങനെ ഒരു ഐക്യ കൂട്ടായ്മ, പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ സജു തോമസ് അവർകൾ ഇങ്ങനെ ആരംഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു തിരുവചനം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 22-23 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു,
നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകമറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ദൈവത്തിന് മഹത്വം. നമുക്ക് പ്രാർത്ഥിച്ച് ഈ ഐക്യ കൂട്ടായ്മ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിലേക്ക് കൊണ്ടുപോകാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പുത്രൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് അങ്ങേ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്തിന്റെ അവകാശത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് ഈ ഐക്യ കൂട്ടായ്മ ദൈവമേ അല്ലെ ദേവദാസൻ വളരെ നാളുകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതനുസരിച്ച് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് തുടങ്ങുവാൻ പ്രാർത്ഥിച്ച് തുടങ്ങുവാൻ തിരുമേനി സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ഐക്യ കൂട്ടായ്മ ക്രിസ്തീയ സമൂഹത്തിന്, പ്രത്യേകിച്ച് ഭാരത സുവിശേഷീകരണത്തിന് ഒരു ആശ്വാസവും ഒരു മുന്നേറ്റത്തിന് കാരണമായി തീരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സുവിശേഷകരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ദൈവമേ ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ലീഡർഷിപ്പിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഒത്തൊരുമയോടെ കർത്താവിന് വേണ്ടി ആവേശത്തോടെ വേല ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കുമാറാകണമേ. ഈ നാളുകളിൽ സുവിശേഷത്തിന് സുവിശേഷ വേലക്കാര് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ കർത്താവെ, അനേകർക്ക് ദൈവവിളി കൊടുത്ത് അനേകരെ സുവിശേഷ വയലിലേക്ക് ഇറക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഭകളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. സഭാ സ്ഥാപനങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഗവൺമെന്റുകൾ, മറ്റുള്ള സംഘടനകൾ, സുവിശേഷ വിരോധ സംഘടനകൾ ഒന്നും ഞങ്ങൾക്ക് അനുകൂലമല്ല. എങ്കിലും ദൈവമേ, അങ്ങ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതാണ്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന്. സ്വർഗത്തിലെ ദൈവമേ, സഭ അങ്ങയുടേതാണ്, അങ്ങാണ് സ്വയം ഈ സഭയെ പണിയുന്നത്. ദൈവമേ, ഞങ്ങൾ വേലക്കാരാണ് കർത്താവെ. ഞങ്ങൾ ഐക്യത്തോടെ ഏകമനസ്സോടുകൂടി മുന്നേറുവാൻ തിരുമേനി സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിരവധി ദൈവദാസന്മാർ ജയിലിലായിരിക്കുന്ന കർത്താവെ, അവർക്ക് ജാമ്യം ലഭിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹൈക്കോർട്ട്, UP ഹൈക്കോർട്ട് പല ദൈവദാസന്മാർക്കും ജാമ്യം കൊടുത്തിട്ടില്ല. അവർ സുപ്രീം കോർട്ടിലെ ആശ്രയിച്ചിരിക്കുകയാണ്. ദൈവമേ, അടുത്ത ഡേറ്റ് വരുമ്പോൾ അവർക്കെല്ലാം ജാമ്യം ലഭിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭാരതത്തിലെ ഗ്രാമങ്ങൾ, താലൂക്കുകൾ, പട്ടണങ്ങൾ, മെട്രോപൊളിറ്റൻ സിറ്റികളിലെല്ലാം ദൈവസഭ സംസ്ഥാപിതമാകേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഈ ദേശത്തുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഭാരതത്തെ അങ്ങ് വ്യക്തമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. ദൈവമേ, ഇന്ന് ഗാനം ആലപിച്ച ദേവദാസനെയും കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാസ്റ്റർ സജുവിനെ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവവചനം ശുശ്രൂഷിക്കുന്ന പ്രിയ അച്ഛനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദാസനെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. പുത്തൻ അഭിഷേകത്തോടെ ദൈവ കൃപയിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവം നിന്റെ ദാസനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിശേഷാൽ ഞങ്ങളെ ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഐക്യ കൂട്ടായ്മ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഇതിനെ അനുഗ്രഹിക്കുമാറാകണമേ. ഇത് ശക്തമായി മുന്നേറ്റമായി മാറേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിലൂടെ അനേകർക്ക് ചാരിറ്റബിൾ ആശ്വാസങ്ങൾ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് സുവിശേഷ വേലക്കാർക്ക് തക്ക സമയത്ത് സഹായങ്ങൾ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇത് വൈഡായിട്ട് എസ്റ്റാബ്ലിഷ് ആകേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.